അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആര്യനെ കാണുവാൻ ആര്യന്റെ അമ്മയും ബ്രദറും കൂടി എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു എൻട്രി തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ബിഗ് ബോസ് ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റി. അവിടെ ഇരുത്തിക്കൊണ്ട് ബിഗ് ബോസ് കുറെ ക്വസ്റ്റ്യനിങ്ങുകളൊക്കെ നടത്തി. ആര്യൻ എന്താണ്, വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ, എന്തു പറ്റി? അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല ബിഗ് ബോസ്, കഴിഞ്ഞൊരു അരമണിക്കൂറായി ഞാൻ ആകെപ്പാടെ അങ്ങ് ഡൗൺ ആയിപ്പോയി. ഡൗൺ ആകരുത്, ധൈര്യമായിട്ടിരിക്കുക. എന്തുപറ്റി? അറിയില്ല ബിഗ് ബോസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരുടെയും കുടുംബങ്ങൾ ഇവിടെ വന്നു. ആ സമയത്തൊന്നും എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പൊ എന്തോ അരമണിക്കൂറായി ജിസൈലിന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫാമിലിയെ പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി. ശരിക്കും ജിസൈലിന്റെ അമ്മ വന്നിട്ട് ആ വീട്ടിലെ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപെട്ടു. ആര്യനെ മാത്രം അവർ തഴഞ്ഞു കളഞ്ഞു. അത് ആ വീട്ടിൽ ചർച്ചയുമായിട്ടുണ്ട്. ആദിലയും ഷാനവാസും തമ്മിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആര്യനെ പോസ്റ്റ് ആക്കി കളഞ്ഞല്ലോ, അവനെ മൈൻഡ് ചെയ്തതേ ഇല്ലല്ലോ, അവൻ വല്ലാതെ ഡൗൺ ആയി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആര്യനും ബിഗ് ബോസും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച, സ്റ്റോർ റൂമിൽ കൂടി ആര്യന്റെ സഹോദരൻ അകത്തേക്ക് കയറി വരികയാണ്. അവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടുകയും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് പാട്ട് മുഴങ്ങുന്നു. പാട്ട് കേട്ടുകൊണ്ട് എല്ലാവരും കൂടി വാതിലിലേക്ക് ഓടുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആര്യന്റെ അമ്മ കയറി വരികയാണ്. വളരെ സുന്ദരിയായ ഒരു അമ്മയാണ് ആര്യന്റെ. പ്രത്യേകിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ള ഓരോ മത്സരാർത്ഥികളോടുമുള്ള അവരുടെ ആ ബിഹേവിയർ ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇവിടെ വന്ന് കയറിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ആര്യന്റെ അമ്മയുടെ ആ ഇടപെടൽ തന്നെയാണ്. അനുമോളാണ് ഓടി ആദ്യം ചെല്ലുന്നത് കേട്ടോ. അനുമോളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആര്യന്റെ അമ്മയാണെന്ന് കണ്ടപ്പോഴേക്കും അനുമോൾ ഒന്ന് സ്റ്റക്കായി അവിടെ നിന്നു. എന്നാൽ സ്വന്തം അമ്മയെപ്പോലെ രണ്ട് കൈയും നീട്ടി ആര്യന്റെ അമ്മ അനുമോളെ വിളിക്കുകയാണ്. അത്രയും കണ്ടപ്പോഴേക്കും ഈ കെട്ടുപൊട്ടിയ പട്ടം പോലെ അനുമോൾ ഒരൊറ്റ പാച്ചിലാണ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പരസ്പരം ഇരുവരും അങ്ങനെ ചുംബനം ചെയ്യുന്ന ആ കാഴ്ച, അത് കണ്ണിൽ നിന്നും മായുന്നില്ല. മറക്കാൻ കഴിയാത്ത ഒരു സുന്ദര കാഴ്ചയായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം എല്ലാവരും കൂടി വീടിനകത്തേക്ക് വരുന്നു. ഈ സമയത്ത് ആര്യൻ കൺഫെഷൻ റൂമിൽ നിന്നും ഒന്നും അറിയാതെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അമ്മയും സഹോദരനെയും കണ്ടപ്പോഴേക്കും ആര്യൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുവാൻ ചെല്ലുമ്പോഴേക്കും തന്റെ സഹോദരൻ ആര്യനെ എടുത്ത് പൊക്കിക്കൊണ്ട് ഓടുന്നുണ്ട്. അതിനുശേഷം അമ്മയും കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. പിന്നീട് ഉടൻ തന്നെ ബിഗ് ബോസ് ആര്യനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുകയായിരുന്നു ടാസ്ക് ചെയ്യാൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ ആര്യന് കിട്ടിയ ടാസ്ക് നമ്മുടെ സ്പൈക്കുട്ടനെ പസിൽസ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി യോജിപ്പിക്കുക. അത് വളരെ എളുപ്പമായിരുന്നു. ആര്യൻ പെട്ടെന്ന് തന്നെ അത് ചെയ്തു. പക്ഷെ രണ്ടാമത്തെ ടാസ്ക്, പെട്ടിക്കകത്തൊരു 5 ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. ആ ബിസ്ക്കറ്റ് ഓരോന്നോരോന്നായി എടുത്തിട്ട് താൻ ചെയറിലിരുന്നു കൊണ്ട് നെറ്റിക്ക് ഒരു ബിസ്ക്കറ്റ് വെക്കണം. എന്നിട്ട് മുഖം ചുളുക്കി ചുളുക്കി അത് താഴേക്ക് നിരക്കി കൊണ്ടുവന്ന് ഒടുവിൽ വായിലേക്ക് എടുക്കുകയും അങ്ങനെ അത് കഴിക്കുകയും ചെയ്യണം. ഓരോന്നോരോന്നായി കഴിച്ചു തീർക്കുക. ഇതാണ് ടാസ്ക്. അതും ആര്യൻ ഗംഭീരമായി ചെയ്തു തീർത്തു. അതിനുശേഷം താൻ അകത്തേക്ക് വരുന്നു. പിന്നെ സഹോദരനും അമ്മയും ഒക്കെ ആയിട്ട് താൻ മിങ്കിൾ ചെയ്യുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. അമ്മയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മ ആദിലയെയും നൂറയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ അമ്മ വന്നു, ഞാൻ നിങ്ങളെ അങ്ങ് അഡോപ്റ്റ് ചെയ്യുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് രണ്ടാൾക്കാരെയും ചുംബിക്കുന്ന കാഴ്ച, അത് സത്യത്തിൽ ആദിലയ്ക്കും നൂറയ്ക്കും ലഭിച്ച ഒരു വലിയ അംഗീകാരമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് അവരുടെ തൊട്ട് കീഴിൽ ചേർന്ന് നിൽക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് അത് കൃത്യമായി തനിക്കിട്ടുള്ളൊരു സന്ദേശം തന്നെയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഒരു വിളറിയ ചിരിയോടുകൂടി ലക്ഷ്മി അങ്ങനെ നിൽക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ലക്ഷ്മിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. ലക്ഷ്മി അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്തതാണ്, അല്ലാതെ ലക്ഷ്മിയുടെ സ്ഥായിയായ ഭാവമല്ല അത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ലക്ഷ്മി നെവിനെ അംഗീകരിക്കില്ലായിരുന്നു. മലയാളി പ്രേക്ഷകർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, വോട്ട് കിട്ടണമെങ്കിൽ എന്ത് തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കണം, ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അഭിഷേക് ശ്രീകുമാർ ഒരു ക്ലാസ് കൊടുത്താണ് വിട്ടത്. അത് അതുപോലെ തന്നെ താൻ വന്ന് പറഞ്ഞു വെച്ചു. അത്രമാത്രമേ ലക്ഷ്മി ചെയ്തുള്ളൂ. അതിന്റെ ബെനിഫിറ്റ് ഇപ്പോൾ ലക്ഷ്മിക്ക് കിട്ടുന്നുകൊണ്ട് നല്ല ഒന്നാന്തരമായിട്ട് വോട്ടിങ് ലക്ഷ്മിക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ നിലപാട് അത് കൃത്യമായിരുന്നുവെങ്കിൽ ലാലേട്ടൻ അതിനെക്കുറിച്ച് മറിച്ചും തിരിച്ചും പല ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് തനിക്ക് ഉത്തരവില്ലായിരുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു വരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ട് മറുപടി പറയുകയും അത് വീണ്ടും വീണ്ടും അവിടെ ചർച്ചയാകുവാൻ തക്കവണ്ണമുള്ള വഴി ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദിലയോടും നൂറയോടും ആ കമ്മ്യൂണിറ്റിയോടും ഒന്നും അവർക്ക് ഒരു മാങ്ങാത്തൊലിയുമില്ല, ഒരു വെറുപ്പുമില്ല. അത് അവരുടെ ഒരു പർട്ടിക്കുലർ ഗെയിം ആയിരുന്നു. ആ ഗെയിം അവരവിടെ അപ്ലൈ ചെയ്തു. അതിന്റെ പ്രയോജനം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും വരുന്നവരും പോകുന്നവരുമൊക്കെ ലക്ഷ്മിയുടെ മുൻപിൽ വെച്ച് ആദിലയും നൂറയും കൂടുതൽ താലോലിക്കുന്നത് കാണുമ്പോൾ ലക്ഷ്മിക്ക് എന്തോ ഒരു വിളർച്ചയുണ്ട്, ഒരു അസ്വസ്ഥത ആ മുഖത്ത് കാണുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിട്ടാണല്ലോ ഈ കൊട്ട് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത്. എന്ത് ചെയ്യാനാ, പെട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല.
അതിൽ കൂടി താൻ നേട്ടവും ഉണ്ടാക്കി. എന്തുമാകട്ടെ, എന്തായാലും ആര്യന്റെ സഹോദരനും അമ്മയും അവിടെ എല്ലാ ആൾക്കാരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പിന്നെയും അനുമോളെ പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ലൈവിൽ ഇപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം.